വെൽക്കം ബാക്ക് ടു Onevestor. ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങളൊരു ഹോം ലോൺ എടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങളൊരു മ്യൂച്വൽ ഫണ്ട് SIPയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഹോം ലോൺ അടക്കുന്ന ഇൻട്രസ്റ്റ് ഫുള്ള് SIP യൂസ് ചെയ്തിട്ട് റീകവർ ചെയ്യാൻ പറ്റുമോ എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ ഈ ഒരു എപ്പിസോഡ് ചെയ്യാൻ കാരണം ഒരു സബ്സ്ക്രൈബർ എനിക്കൊരു വീഡിയോ അയച്ചു തന്നിരുന്നു. സോ ആ വീഡിയോയ്ക്ക് അത് പറയുന്നത് നമ്മളൊരു ഹോം ലോൺ എടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു മ്യൂച്വൽ ഫണ്ട് SIPയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഹോം ലോൺ അടയ്ക്കുന്ന ഇൻട്രസ്റ്റ് ഫുള്ള് അല്ലെങ്കിൽ അതിൽ കൂടുതൽ നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് കിട്ടുമെന്ന്. സോ അത് കറക്റ്റാണോ എന്നാണ് ആ സബ്സ്ക്രൈബർ എന്നോട് ചോദിച്ചത്. സോ അതാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ ഞാൻ ചെക്ക് ചെയ്യാൻ പോകുന്നത്. സ്റ്റോക്ക് മാർക്കറ്റ് ഷോർട്ട് ടേമിൽ ഭയങ്കര വോളറ്റൈലായിരിക്കും. ഇനി ലോങ് ടേമിലാണെങ്കിൽ അതൊരു സൈക്കിളായിട്ടാണ് മൂവ് ചെയ്യുന്നത്. സോ സ്റ്റോക്ക് മാർക്കറ്റിൽ അപ്പ് സൈക്കിൾസും ഉണ്ട്, ഡൗൺ സൈക്കിൾസും ഉണ്ട്. നിങ്ങൾ എൻട്രി ചെയ്യുന്നത് ഒരു അപ്പ് സൈക്കിളിലാണെങ്കിൽ നിങ്ങൾക്ക് നല്ല റിട്ടേൺസ് ഷോർട്ട് ടേമിൽ തന്നെ കിട്ടുന്നതായിരിക്കും. ഇനി ലോങ് ടേമിലാണെങ്കിൽ നിങ്ങൾ എൻട്രി ചെയ്യുന്നത് ഒരു ഡൗൺ സൈക്കിളിലാണെന്നുണ്ടെങ്കിൽ ആ ഡൗൺ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് പുതിയൊരു അപ്പ് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് അത് ഫിനിഷ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നല്ലൊരു റിട്ടേൺസ് കിട്ടാൻ ചാൻസ് ഉള്ളൂ. സോ മാർക്കറ്റിൻ്റെ ഡൗൺ സൈക്കിളിലോ അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ വാല്യൂഷൻ ഭയങ്കര കൂടുതലായിരിക്കുന്ന സമയത്ത് നമ്മളുടെ ഇക്വിറ്റിയിലുള്ള എക്സ്പോഷർ കുറവുമായിരിക്കണം, അതുപോലെ ഡെറ്റ് ഫണ്ട്സിലുള്ള എക്സ്പോഷർ കൂടുതലുമായിരിക്കണം. ഇനി മാർക്കറ്റിൻ്റെ വാല്യൂഷൻ ചീപ്പായിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ മാർക്കറ്റിലൊരു അപ്പ് സൈക്കിളിൻ്റെ ബിഗിനിങ്ങോ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇക്വിറ്റിയിലുള്ള എക്സ്പോഷർ കൂട്ടിക്കൊണ്ടിരിക്കണം, ഡെറ്റ് ഫണ്ട്സിലുള്ള എക്സ്പോഷർ കുറച്ചുകൊണ്ടിരിക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ഹോം ലോൺ എടുക്കുന്ന സമയത്ത് മാർക്കറ്റിൻ്റെ കണ്ടീഷൻസ് ഫേവറബിൾ ആണെങ്കിൽ മാത്രമേ SIPയും അതിൻ്റെ കൂടെ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നിങ്ങളൊരു പ്രൊഫഷണൽ ട്രേഡർ ആയിരിക്കണം അല്ലെങ്കിൽ പ്രൊഫഷണൽ ഇൻവെസ്റ്റർ ആയിരിക്കണം. നിങ്ങൾക്ക് മാർക്കറ്റിൻ്റെ അപ്പ് സൈക്കിൾസിലും ഡൗൺ സൈക്കിൾസിലൊക്കെ എന്ത് ചെയ്യണമെന്നുള്ളത് നേരത്തെ അറിഞ്ഞിരിക്കണം. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ഒരു ഹോം ലോൺ എടുക്കുന്ന സമയത്ത് SIPയും കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ട് കാര്യമുള്ളൂ. ഇതാണ് ആ യൂട്യൂബ് വീഡിയോയിൽ കൊടുത്തിരുന്ന കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. സോ നിങ്ങളിപ്പോൾ ഒരു 25 ലക്ഷം രൂപയുടെ ഹോം ലോൺ എടുക്കുകയാണ് 9% ഇൻട്രസ്റ്റ് റേറ്റിൽ 20 വർഷത്തേക്ക്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ EMI എന്ന് പറഞ്ഞാൽ 22,500 വരും ഓരോ മാസവും. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ടോട്ടൽ റീപേയ്മെൻറ്റ് എന്ന് പറയുന്നത് 54 ലക്ഷം രൂപയായിരിക്കും ഈ 20 വർഷം കൊണ്ട്. ഇനി നിങ്ങളുടെ ടോട്ടൽ ബാങ്ക് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 29 ലക്ഷം രൂപയായിരിക്കും. ഇനി ആ ലോൺ എടുത്ത സമയത്ത് തന്നെ നിങ്ങളൊരു മ്യൂച്വൽ ഫണ്ട് SIPയും സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓരോ മാസവും നിങ്ങൾ 2250 രൂപ വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ഒരു മ്യൂച്വൽ ഫണ്ടിൽ. അതും 20 വർഷത്തേക്ക് തന്നെയാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ നിങ്ങളുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 5.4 lakhs വരും. ഇനി ആ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 20 വർഷം കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഓരോ വർഷത്തെയും റിട്ടേൺസ് എന്ന് പറഞ്ഞാൽ 12% ആണെങ്കിൽ 21 ലക്ഷം രൂപ വരും. 15% റിട്ടേൺസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ 30 ലക്ഷം രൂപ വരും. ഇനി 17.64% റിട്ടേൺസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 41.5 ലക്ഷം രൂപയും വരും. ആദ്യം തന്നെ ഈ ഡേറ്റ കറക്റ്റ് ആണോ എന്നാണ് ഞാൻ ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ ഒരു EMI കാൽക്കുലേറ്റർ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 25 ലക്ഷം രൂപയുടെ ഒരു ഹോം ലോൺ എടുക്കുകയാണ് 9% ഇൻട്രസ്റ്റിൽ 20 വർഷത്തേക്ക്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ EMI എന്ന് പറഞ്ഞാൽ 22,493 വരും. അങ്ങനെയാണെങ്കിൽ ആ 20 വർഷം നമ്മൾ ആ EMI അടയ്ക്കുകയാണെങ്കിൽ നമ്മുടെ ടോട്ടൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 29 ലക്ഷം രൂപ തന്നെ വരും. അതുപോലെ നമ്മുടെ ടോട്ടൽ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് 54 lakhs തന്നെയാണ്. സോ ആ ഡേറ്റ കറക്റ്റ് തന്നെയാണ്. ഇനി നമുക്ക് SIP കാൽക്കുലേഷൻ നോക്കാം. നമ്മളിപ്പോൾ ഒരു 2,250 റുപ്പീസ് എല്ലാ മാസവും ഇൻവെസ്റ്റ് ചെയ്യുകയാണ് 20 വർഷത്തേക്ക്. നമ്മളുടെ റിട്ടേൺസ് എന്ന് പറഞ്ഞാൽ, അതായത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺസ് എന്ന് പറഞ്ഞാൽ 12% ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 21 ലക്ഷം രൂപ തന്നെ വരും 20 വർഷം കഴിയുമ്പം. ഇനി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺസ് എന്ന് പറഞ്ഞാൽ 15% ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂ 30 lakhs വരും. അതുപോലെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺസ് എന്ന് പറഞ്ഞാൽ 17.64% ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 41.5 ലക്ഷം രൂപയും വരും. സോ ആ ഡേറ്റ കറക്റ്റ് തന്നെയാണ്. പക്ഷേ അതിൽ മിസ്സിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ആ വീഡിയോയിൽ പറയുന്ന പോലെ നിങ്ങളൊരു SIP സ്റ്റാർട്ട് ചെയ്തിട്ട് ആ ഹോം ലോൺ ഇൻട്രസ്റ്റ് റീകവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റിട്ടേൺസ് എന്ന് പറഞ്ഞാൽ 12%, 15%, 17% ഒക്കെ ആയിരിക്കണം 20 വർഷത്തേക്ക്. ആ റിട്ടേൺസ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് മാർക്കറ്റ് പെർഫോമൻസ് വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. അത് ഒരിക്കലും ഗ്യാരണ്ടീഡ് അല്ല. സോ ഫ്യൂച്ചറിൽ മാർക്കറ്റ് ഈ 15%, 17% ഒക്കെ ഡെലിവർ ചെയ്താൽ മാത്രമേ ആ റിട്ടേൺസ് അവിടെ കിട്ടത്തുള്ളൂ. പക്ഷേ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രി തന്നെ നമുക്ക് തരുന്ന ഒരു വാർണിംഗ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് റിട്ടേൺസ് ഫ്യൂച്ചറിൽ ഗ്യാരണ്ടീഡ് അല്ല എന്നുള്ളതാണ്. സോ പാസ്റ്റ് മാർക്കറ്റ് റിട്ടേൺസ് ഫ്യൂച്ചറിലും കിട്ടുമെന്നുണ്ടെങ്കിൽ ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റ എല്ലാം തന്നെയും കറക്റ്റ് തന്നെയാണ്. പക്ഷേ ഞാൻ എൻ്റെ പ്രീവിയസ് എപ്പിസോഡ്സിൻ്റെ അകത്തേക്ക് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, സ്റ്റോക്ക് മാർക്കറ്റിൽ അപ്പ് സൈക്കിൾസും ഉണ്ട്, ഡൗൺ സൈക്കിൾസും ഉണ്ട്. സോ നിങ്ങൾ എൻട്രി ചെയ്യുന്ന ടൈം കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലോങ് ടേം റിട്ടേൺസും ഒന്നെങ്കിൽ 0 ആയിരിക്കാം, അല്ലെങ്കിൽ നെഗറ്റീവ് ആയിരിക്കാം, അല്ലെങ്കിൽ ബിലോ FD റിട്ടേൺസ് ആയിരിക്കാം. സോ നിങ്ങളൊരു ഹോം ലോൺ എടുക്കുന്ന ടൈമിൽ മാർക്കറ്റിൻ്റെ റിസ്ക് റിവാർഡും നിങ്ങൾക്ക് ഫേവറബിൾ ആണെങ്കിൽ മാത്രമേ അതേപോലെ ഒരു റിട്ടേൺസ് നമുക്ക് കിട്ടത്തുള്ളൂ. റിസ്ക് റിവാർഡ് ഫേവറബിൾ അല്ല എന്നുണ്ടെങ്കിൽ ആ SIPക്ക് വേണ്ടി മാറ്റി വെച്ച എമൗണ്ട് EMIയിലോട്ട് തന്നെ ആഡ് ചെയ്താൽ മതി. സോ 22,500 EMI ആയിട്ട് കൊടുക്കുന്നതിന് പകരം അതിൻ്റെ കൂടെ 2,250 കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ 24,750 വരും. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ടോട്ടൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 22 lakhs വരത്തുള്ളൂ, അല്ലാതെ 29 lakhs വരത്തില്ല. സോ നിങ്ങളുടെ ഗ്യാരണ്ടീഡ് സേവിങ്സ് എന്ന് പറഞ്ഞാൽ 7 lakhs ആണ് അവിടെ.
നമ്മുടെ ലോണിൻ്റെ EMI കൂടുമ്പോൾ നമ്മുടെ ലോണിൻ്റെ ടെന്യൂർ താഴും. സോ നേരത്തെ 22,500 ആയിരുന്നു EMI, അത് 24,750 ആക്കുമ്പോഴത്തേക്ക് നമ്മുടെ ലോണിൻ്റെ ടെന്യൂർ 4 വർഷമായിട്ട് കുറയും. സോ നേരത്തെ 20 വർഷം അടയ്ക്കേണ്ടിയിരുന്നു, ഇപ്പോൾ അത് 16 വർഷം അടച്ചാൽ മതി. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ഇൻട്രസ്റ്റ് ആയിട്ട് സേവ് ചെയ്യുന്നത് 7 ലക്ഷം രൂപയാണ്. ഈ ഇൻട്രസ്റ്റ് ആയിട്ട് സേവ് ചെയ്യുന്ന 7 ലക്ഷം രൂപയെന്ന് പറയുന്നത് അത് ഗ്യാരണ്ടീഡ് ആണ്, കാരണം അത് പ്യുവർ മാത്തമാറ്റിക്സ് ആണ്. പക്ഷേ ആ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ നിങ്ങൾ ഒരു SIP സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റെ റിട്ടേൺസ് ഇത്ര വർഷം കഴിഞ്ഞാൽ ഇത്ര ആവുമെന്ന് പറഞ്ഞാൽ അത് ജസ്റ്റ് ഒരു ഹോപ്പും അസംഷനും മാത്രമാണ്. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഗുഡ് ബൈ അൺടിൽ ദ നെക്സ്റ്റ് എപ്പിസോഡ്.